വെൽക്കം ഫ്രണ്ട്സ്. JIB എക്സാമിലെ പേപ്പർ 3 അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫോർ ബാങ്കേഴ്സ്. ഇതിൽ മോഡ്യൂൾ എയിലുള്ള ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ പറ്റി ഒരു പോഡ്കാസ്റ്റ് കേൾക്കാം. ഒരു ബാങ്കിംഗ് പ്രൊഫഷണൽ എന്ന നിലയിൽ ഞങ്ങൾ ഒരു ബിസിനസിന്റെ സാമ്പത്തിക കണക്കുകൾ നോക്കുമ്പോൾ ആ കാണുന്ന അക്കങ്ങൾ മാത്രമല്ല നോക്കുന്നത്, അതിനപ്പുറം എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്നാണ്. ഇന്ന് നമുക്ക് വളരെ ലളിതമായ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ ബന്ധപ്പെടുത്താൻ കഴിയുന്നൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണോ ഒരു 5 വർഷം പഴക്കമുള്ള കാറിനോ കമ്പ്യൂട്ടറിനോ ഒക്കെ പുതിയതിന്റെ അത്രയും വില കിട്ടാത്തതെന്ന്? ഉത്തരം ലളിതമാണല്ലേ. കാലം പോകുന്തോറും വസ്തുക്കളുടെ വില കുറയും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഒരു അടിസ്ഥാനം. തീർച്ചയായും ഒരു വസ്തുവിന്റെ മൂല്യം കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് സ്വാഭാവികമായും തേയ്മാനം വരും. അതൊരു പ്രധാന കാരണമാണ്. അതുപോലെ പുതിയ ടെക്നോളജി വരുമ്പോൾ പഴയത് ഔട്ട്ഡേറ്റഡ് ആകും. അപ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഈ ഒരു സംഭവം തന്നെയാണ് ബിസിനസ് അക്കൗണ്ടിങ്ങിന്റെയും ഒരു പ്രധാനപ്പെട്ട ഭാഗം. അപ്പോൾ നമ്മുടെ ഈ സാധാരണ അനുഭവത്തെ ബിസിനസ്സുകൾ എങ്ങനെയാണ് അവരുടെ കണക്കുകളിൽ ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത്? നമുക്ക് നോക്കാം. ഈ മൂല്യത്തിലുണ്ടാകുന്ന കുറവ് എങ്ങനെയാണ് അവരുടെ ഒരു പ്രധാന ബിസിനസ് തത്വമായി മാറുന്നതെന്ന്. ബിസിനസിന്റെ കാര്യത്തിൽ ആസ്തികളുടെ മൂല്യം ഇങ്ങനെ കുറയുന്ന പ്രക്രിയയ്ക്ക് നമ്മളൊരു പ്രത്യേക പേര് പറയും. അതാണ് ഡിപ്രീസിയേഷൻ. മലയാളത്തിൽ നമ്മൾ തേയ്മാനം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ എന്താണ് ഈ ഡിപ്രീസിയേഷൻ? നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ഇതൊന്ന് നോക്കിയാലോ? ഇതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരു ബിസിനസ്സിലെ മെഷീനറി, കെട്ടിടങ്ങൾ, വാഹനങ്ങൾ ഇതുപോലുള്ള ആസ്തികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിന്റെ മൂല്യത്തിൽ വരുന്ന കുറവാണ് ഡിപ്രീസിയേഷൻ. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് വെറുമൊരു അക്കൗണ്ടിംഗ് എൻട്രി മാത്രമാണ്. അല്ലാതെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണമൊന്നും പുറത്തേക്ക് പോകുന്നില്ല. ഇത് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് നോക്കിക്കേ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥിര ആസ്തിയുടെ ഉപയോഗം കഴിയുമ്പോൾ അതിന്റെ വിലയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഭാഗമാണ് ഡിപ്രീസിയേഷൻ എന്നാണ്. അതായത് ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ ഒഴിവാക്കാനാവാത്ത ഒരു ചെലവ് തന്നെയാണിത്. ഈ ഒരു നിർവചനം മാത്രം മതി ഇത് അക്കൗണ്ടിങ്ങിൽ എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കാൻ. ശരി, അപ്പോ ഇതിന്റെ പ്രാധാന്യത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ കടക്കാം. ഇത് വെറും അക്കൗണ്ടന്റ്മാർക്ക് വേണ്ടിയുള്ള എന്തോ ഒന്നാണെന്ന് വിചാരിക്കരുത്. ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അളവുകോലാണ് ഇത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്? ഒരു ബിസിനസിന്റെ ശരിക്കുള്ള സാമ്പത്തിക ചിത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത് കൂടിയേ തീരൂ. ഡിപ്രീസിയേഷൻ കണക്കിലെടുക്കാതെ ഒരു കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. ഇതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, 1. ഒരു കമ്പനിയുടെ ലാഭം കൃത്യമായി കണക്കാക്കാൻ പറ്റും. 2. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ആസ്തികൾക്ക് അതിന്റെ യഥാർത്ഥ മൂല്യമുണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറെ വർഷം കഴിഞ്ഞ് ഈ മെഷീനറിയോ വാഹനമോ ഒക്കെ മാറ്റിവെക്കേണ്ടി വരുമല്ലോ. അതിനുള്ള പണം ലാഭത്തിൽ നിന്ന് കുറേശ്ശെയായി മാറ്റിവെക്കാൻ ഈ ഡിപ്രീസിയേഷൻ സഹായിക്കും. അപ്പോൾ കമ്പനികൾക്ക് ഇത് കണക്കാക്കാൻ എന്തൊക്കെ വഴികളുണ്ട്? പ്രധാനമായും 2 രീതികളാണ് ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരേ കഥ പറയാനുള്ള 2 വ്യത്യസ്ത വഴികൾ അത്രയുള്ളൂ. ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ആ 2 രീതികളാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും പിന്നെ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡും. നമുക്കിവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അഥവാ SLM. ഇതിന്റെ പേര് പോലെ തന്നെ വളരെ സ്ട്രെയിറ്റ് ആണ് കാര്യം. എല്ലാ വർഷവും ഒരേ തുക ഡിപ്രിസിയേഷനായി കുറയ്ക്കും. ഒരു ഗ്രാഫിൽ വരച്ചാൽ ഒരു നേർരേഖ പോലെയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് കണക്കുകൂട്ടാൻ ഭയങ്കര എളുപ്പമാണ്. സാധാരണയായി കെട്ടിടങ്ങൾ, ഫർണിച്ചർ, അങ്ങനെ ഒരുപാട് കാലം ഒരേപോലെ നിലനിൽക്കുന്ന ആസ്തികൾക്കാണ് ഇത് കൂടുതലും ഉപയോഗിക്കുക. രണ്ടാമത്തെ രീതിയാണ് റിട്ടൺ ഡൗൺ വാല്യൂ അഥവാ WDV മെത്തേഡ്. ഇവിടെ ഓരോ വർഷവും ആസ്തിയുടെ അപ്പോഴത്തെ അഥവാ ശേഷിക്കുന്ന മൂല്യത്തിന്റെ ഒരു നിശ്ചിത ശതമാനമാണ് കുറയ്ക്കുക. അപ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ വർഷങ്ങളിൽ ഡിപ്രീസിയേഷൻ കൂടുതലായിരിക്കും. വർഷങ്ങൾ കഴിയുന്തോറും അത് കുറഞ്ഞുവരും. വണ്ടികൾ, കമ്പ്യൂട്ടറുകൾ, അങ്ങനെ തുടക്കത്തിൽ കൂടുതൽ ഉപയോഗവും എന്നാൽ വേഗത്തിൽ വില കുറയുകയും ചെയ്യുന്ന ആസ്തികൾക്ക് ഏറ്റവും നല്ലത് ഈ രീതിയാണ്. WDDV രീതിയുടെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ മൂല്യം പെട്ടെന്ന് കുറയും.
ഒരുദാഹരണം പറഞ്ഞാൽ, എല്ലാ വർഷവും ബാക്കിയുള്ള മൂല്യത്തിന്റെ 20% കുറയ്ക്കുകയാണെങ്കിൽ ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ ഓരോ വർഷവും ആ തുക കുറഞ്ഞു കുറഞ്ഞു വരും. സത്യം പറഞ്ഞാൽ ഇത് യാഥാർത്ഥ്യത്തോട് കുറച്ചുകൂടി അടുത്തു നിൽക്കുന്നൊരു രീതിയാണല്ലേ? അപ്പോ ഈ രണ്ട് രീതികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. SLM വളരെ സിമ്പിളാണ്, എല്ലാ വർഷവും ഒരേ എമൗണ്ട്. പക്ഷേ WDV കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്, ഓരോ വർഷവും കുറഞ്ഞു വരുന്ന എമൗണ്ട്. WDVയിൽ ആസ്തിയുടെ മൂല്യം ഒരിക്കലും 0 ആവില്ല. പിന്നെ നിയമപരമായി ടാക്സ് കണക്കാക്കാനൊക്കെ കൂടുതലും മുൻഗണന കിട്ടുന്നത് ഈ രീതിക്കാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബിസിനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആർക്കും ഇതൊരു നല്ലൊരു ടൂളാകുന്നത് എങ്ങനെയാണ്? ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് വെറുമൊരു അക്കൗണ്ടിംഗ് റൂളല്ല. അത് കാലം കഴിയുന്തോറും തങ്ങളുടെ ആസ്തികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സത്യം പറയാനുള്ള ഒരു ബിസിനസിന്റെ ശ്രമമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ ഒരു കമ്പനിയുടെ ദീർഘകാലത്തെ നിലനിൽപ്പിനെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തവും സത്യസന്ധവുമായ ഒരു ചിത്രം കിട്ടും.